ഇന്ന് 2025 മെയ് 5-ന് ഇന്ത്യയും കേരളവും ഉൾപ്പെടെ പ്രധാനപ്പെട്ട 20 വാർത്താ തലക്കെട്ടുകൾ ചുവടെ. പഹൽഗാം ആക്രമണം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, സൈന്യത്തിന്റെ മേധാവികൾ എന്നിവരുടെ നേതൃത്വത്തിൽ പഹൽഗാം ആക്രമണത്തെ തുടർന്ന് പ്രതിരോധ നടപടികൾ ശക്തമാക്കുന്നു. ചെനാബ് നദിയുടെ ജലപ്രവാഹം തടയുന്നു. ഇന്ത്യ പാകിസ്ഥാനെതിരെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനായി ബഗ്ലിഹാർ ഡാമിൽ നിന്ന് ചെനാബ് നദിയുടെ ജലപ്രവാഹം തടയുന്നു. ഇറാന്റെ പ്രതികരണം. ഇറാന്റെ വിദേശകാര്യ ഉപമന്ത്രിയായിരുന്ന അറാക്ചി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണെന്ന് വ്യക്തമാക്കുന്നു. CBSE പരീക്ഷാഫലങ്ങൾ. CBSE 10ാം ക്ലാസിന്റെയും 12ാം ക്ലാസിന്റെയും പരീക്ഷാഫലങ്ങൾ മെയ് 6-ന് രാവിലെ 11 മണിക്ക് പ്രഖ്യാപിക്കുമെന്ന് CBSE സ്ഥിരീകരിച്ചു. മറ്റത് പ്രധാന ദേശീയ വാർത്തകൾ. രാജ്യത്തെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക മേഖലകളിൽ നിന്നുള്ള മറ്റ് പ്രധാന വാർത്തകൾക്കായി ടൈംസ് ഓഫ് ഇന്ത്യ സന്ദർശിക്കുക. ഇടിമിന്നൽ ജാഗ്രതാ മുന്നറിയിപ്പ്. കേരളത്തിൽ മെയ് 4 മുതൽ 8 വരെ ശക്തമായ ഇടിമിന്നലും മഴയും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ യെല്ലോ അലർട്ട്. ഇടുക്കി, പാലക്കാട്, പത്തനംതിട്ട, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ UPS യൂണിറ്റിൽ 34 ബാറ്ററികൾ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് തീപിടുത്തം സംഭവിച്ചു. അട്ടപ്പാടിയിൽ കുടിയേറ്റ തൊഴിലാളി കൊല്ലപ്പെട്ടു. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ ഒരു കുടിയേറ്റ തൊഴിലാളിയെ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തി. പത്തനംതിട്ടയിൽ വ്യാജ അഡ്മിറ്റ് കാർഡ്. നീറ്റ് UG 2025 പരീക്ഷയ്ക്ക് വ്യാജ അഡ്മിറ്റ് കാർഡ് ഉപയോഗിച്ച വിദ്യാർത്ഥിയെ പത്തനംതിട്ടയിൽ പോലീസ് പിടികൂടി. KV റാബിയയുടെ നിര്യാണം. കേരളത്തിലെ സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ മുൻനിര നേതാവായ KV റാബിയ 59-ാം വയസ്സിൽ അന്തരിച്ചു. കേരള ലോട്ടറി ഫലം. സമൃദ്ധി SM1 ലോട്ടറിയുടെ 1ാം സമ്മാനം 1 കോടി രൂപ. വിജയികളുടെ പൂർണ്ണ പട്ടിക ഇവിടെ ലഭ്യമാണ്. മറ്റ് പ്രധാന കേരള വാർത്തകൾ. കേരളത്തിലെ മറ്റു പ്രധാന വാർത്തകൾക്കായി ഉണ്മനോരമ സന്ദർശിക്കുക. ഇന്നത്തെ മികച്ച സ്റ്റോക്കുകൾ. മാർക്കറ്റ് സ്മിത്ത് ഇന്ത്യ ഇന്ന് എറസ് ലൈഫ് സയൻസസ്, DLF ലിമിറ്റഡ് എന്നിവയുടെ ഓഹരികൾ വാങ്ങാൻ ശുപാർശ ചെയ്യുന്നു. ഇൻട്രാഡേ ട്രേഡിംഗ് നിർദ്ദേശങ്ങൾ. സുമീത് ബഗഡിയ ഇന്ന് ലാഭകരമായ ട്രേഡിംഗിനായി എറസ് ലൈഫ് സയൻസസ്, DLF ലിമിറ്റഡ് എന്നിവയുടെ ഓഹരികൾ ശുപാർശ ചെയ്യുന്നു. സോനാറ്റയുടെ പുതിയ കരാർ. സോനാറ്റ സോഫ്റ്റ്വെയർ ഒരു പ്രധാന ഗ്ലോബൽ ടെക് കരാർ നേടിയതായി റിപ്പോർട്ട് ചെയ്യുന്നു. മെറ്റ് ഗാല 2025 ഫാഷന്റെ ഏറ്റവും പ്രശസ്തമായ ഇവന്റായ മെറ്റ് ഗാല ഇന്ന് നടക്കുന്നു. ഇന്ത്യയിൽ ലൈവ് സ്ട്രീമിംഗ് വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഇന്നത്തെ ജ്യോതിഷഫലം. മെയ് 5-ന് ചന്ദ്രൻ കർക്കിടകത്തിൽ നിന്ന് സിംഹത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഇത് വിവിധ രാശികളിൽ വ്യത്യസ്തമായ ഫലങ്ങൾ നൽകും. ഇന്നത്തെ പഞ്ചാംഗം. ശുക്ല അഷ്ടമി തിഥി, ആശ്ലേഷ നക്ഷത്രം, വൃതിയോഗം എന്നിവയുള്ള ഒരു ആത്മീയമായി ശക്തമായ ദിവസം. സ്കൂൾ വേനൽ അവധികൾ. 2025 മെയ്-ൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സ്കൂളുകൾക്ക് വേനൽ അവധികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. സംസ്ഥാനത്തെ അടിസ്ഥാനമാക്കി തീയതികൾ വ്യത്യാസപ്പെടുന്നു.